നമസ്കാരം. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെ നിരവധി പേരെ രക്ഷിക്കുകയും ഒരു തീവ്രവാദിയെ കീഴടക്കുകയും ചെയ്ത അഹമ്മദ് അൽ അഹമ്മദ് എന്ന ധീരനായകന് ഇപ്പോൾ ലോകമെമ്പാടും നിന്ന് ലഭിക്കുന്നത് വൻ സാമ്പത്തിക സഹായം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിനായി ക്രൗഡ് ഫണ്ടിങ് നടത്തിയ ആളുകൾ ഇത് സംബന്ധിച്ച് ചെക്ക് അഹമ്മദ് അൽ അഹമ്മദിന് ആശുപത്രിയിലെത്തി കൈമാറി. 2.5 മില്യൺ ഡോളർ, അതായത് 22 കോടിയോളം രൂപയാണ് ഇതിനോടകം ഈ അഹമ്മദ് അൽ അഹമ്മദിനായി പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത്. ലോകത്തെ നിരവധി ശതകോടീശ്വരന്മാരാണ് വലിയ തുകകൾ അഹമ്മദ് അൽ അഹമ്മദിനായി സംഭാവന നൽകിയത്. മാത്രമല്ല ജൂത സമൂഹം, അതായത് ലോകത്തെ ഏറ്റവും സമ്പന്നമായൊരു വിഭാഗമാണ് ജൂത സമൂഹം, അവരിലെ വലിയൊരു വിഭാഗം അഹമ്മദ് അൽ അഹമ്മദിന് ധാരാളമായി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിനെ നേരിട്ട് ആശുപത്രിയിലെത്തി അഹമ്മദ് അൽ അഹമ്മദിനെ സന്ദർശിച്ചു. അഹമ്മദ് അൽ അഹമ്മദ് ഇപ്പോൾ പറയുന്നത് ഇതിനൊക്കെ താൻ അർഹനാണോ എന്നാണ്. കാരണം അത്രയും വലിയൊരു സഹായമാണ് തനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ തീവ്രവാദികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏതാണ്ട് 5ഓളം വെടിയുണ്ടകൾ ഏറ്റിരുന്നു. അതിൻ്റെ ശസ്ത്രക്രിയയൊക്കെ പൂർത്തിയാക്കിയപ്പോൾ ആശുപത്രിയിൽ വിശ്രമത്തിലാണ് ഇദ്ദേഹം. ഒരു അച്ഛനും മകനുമായിരുന്ന അക്രമികളായി എത്തിയത്. ഇതിൽ അച്ഛനാണ് കൊല്ലപ്പെട്ടത്. മകൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഇയാൾ 1-2 ദിവസം കോമ സ്റ്റേജിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇപ്പോൾ അയാൾക്ക് ബോധം വീണിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ ഇവരുടെ മറ്റു വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇവർ പാകിസ്ഥാൻകാരാണ് എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഇവർ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഇത്. ഇവർ തെലങ്കാന സ്വദേശികളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും അഹമ്മദ് അൽ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പഴക്കച്ചവടക്കാരനായ സിറിയക്കാരന് ഇപ്പോൾ ലഭിക്കുന്നത് വലിയൊരു ആദരം തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുന്നത്. ഒരാൾ പറയുന്നത് അഹമ്മദ് അൽ അഹമ്മദിൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാണ്. അത്രയും വലിയ ധീരകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഈ ഒരു തീവ്രവാദിയെ കീഴടക്കിയതിലൂടെ അയാൾ കൊല്ലുമായിരുന്ന എത്രയോ ആളുകളുടെ ജീവനാണ് അഹമ്മദ് അൽ അഹമ്മദ് രക്ഷിച്ചത് എന്നാണ് അവർ പറയുന്നത്. അഹമ്മദ് അൽ അഹമ്മദിൻ്റെ ജന്മനാടായ സിറിയയിലും അദ്ദേഹം ഇപ്പോൾ വലിയൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അവിടുത്തെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും തങ്ങളുടെ നാട്ടുകാരൻ മറ്റൊരു രാജ്യത്ത് ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ചതിനെക്കുറിച്ചാണ്. അപ്പോൾ ഏതായാലും നല്ലത് ചെയ്താൽ ഈ ലോകത്ത് അംഗീകരിക്കാൻ കുറേ പേരെങ്കിലും കാണും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് അഹമ്മദ് അൽ അഹമ്മദ് എന്ന സാധാരണക്കാരനായ ഒരു പഴക്കച്ചവടക്കാരൻ. അദ്ദേഹം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ തെരുവിൽ പഴം വിൽക്കുകയായിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. ഏതായാലും ഇത്രയും വലിയൊരു ആപത്ത് അദ്ദേഹം ഒഴിവാക്കിയതിലൂടെ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അഹമ്മദ് അൽ അഹമ്മദിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ച ആദ്യ ദിനത്തിൽ തന്നെ ഏതാണ്ട് 12 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരു 10 കോടിയിലധികം രൂപ സംഭാവനയായി എത്തിയത്. ഇതുകൂടാതെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ചില വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മരിച്ച ചില സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ചില ആളുകളുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചിട്ടുള്ളത്. അഹമ്മദ് അൽ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം തോക്കുമായി നിന്ന ഭീകരനെ വെറും കൈയോടെ കീഴടക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ധീരമായ നടപടി. തോക്കുധാരിയുടെ ജനക്കൂട്ടത്തിന് നേർക്ക് നിരന്തരമായി വെടിവെക്കുന്ന സന്ദർഭത്തിൽ ഒരു മരത്തിൻ്റെ മറവിൽ നിൽക്കുകയായിരുന്ന അഹമ്മദ് അൽ അഹമ്മദ് പെട്ടെന്ന് തീവ്രവാദിയുടെ പുറത്തേക്ക് ചാടി വീണ് അയാളെ കീഴടക്കുകയായിരുന്നു. തുടർന്ന് അയാളുടെ തോക്ക് കൈവശപ്പെടുത്തുകയും തോക്ക് അയാൾക്ക് നേരെ ചൂണ്ടുന്നതും ആ മനുഷ്യനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അഹമ്മദ് അൽ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് ഈ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനും കഴിയുമായിരുന്നു. പക്ഷേ യന്ത്രത്തോക്കാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഈ തീവ്രവാദികളൊക്കെ തന്നെ നേരത്തെ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണോ എന്ന് സംശയമുണ്ട്. നേരത്തെ ഇവർ നടത്തിയ ഫിലിപ്പൈൻ സന്ദർശനമൊക്കെ തന്നെ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലുമാണ്.